വെൽക്കം ബാക്ക് ടു പ്ലസ് ടു ഫിസിക്സ്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് അറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. വളരെ സിമ്പിളായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന രീതിയിലുമാണ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സിൽ പങ്കെടുക്കുക. ആദ്യമേ എന്താണ് ഹിസ്റ്റീരിസിസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് ഹിസ്റ്റീരിസിസ് എന്ന വാക്കിൻ്റെ മീനിങ് ലാഗ് ബിഹൈൻഡ്. ലാഗ് LAG ലാഗ് ബിഹൈൻഡ്, പിന്നിലാവുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ എന്താണ് പിന്നിലാകുന്നത്, ആരാണ് പിന്നിലാകുന്നത് നമുക്ക് മനസ്സിലാകും. തൽക്കാലം ഹിസ്റ്റീരിസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലാഗ് ബിഹൈൻഡ് എന്നാണ് മാത്രം മനസ്സിലാക്കുക. ഇനി മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്. മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് ഈസ് എ ഗ്രാഫ് ടേക്കിംഗ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് H along X axis ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് B along Y axis. അപ്പോൾ നമുക്ക് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്താണെന്നും മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇത് വെച്ചുള്ള ഒരു ഗ്രാഫാണ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, അതായത് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡും, അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് Y ആക്സിസിലും വരത്തക്ക രീതിയിൽ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ഈ ഗ്രാഫാണ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് എന്ന് അറിയപ്പെടുന്നു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് ഉപയോഗിക്കുന്നതെന്നാണ് അടുത്തത് പറയുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം ദ ഷേപ്പ് ആൻഡ് ഏരിയ ഓഫ് ദ ഗ്രാഫ്. ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിലാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കിട്ടുന്ന ലൂപ്പിൻ്റെ ഏരിയ അനുസരിച്ച് ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് H എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ B എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഐസിംഗ് ഫീൽഡ്, അതായത് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ്, അത് 0 ആണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും 0 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എല്ലാം ടൈനി മാഗ്നറ്റുകളെല്ലാം റാൻഡം കണ്ടീഷനിൽ പല ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് അവിടെ ക്ലിയർ ആയിട്ട് ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും 0 ആയിരിക്കും. വെൻ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് H is 0, then the magnetic field is also 0. ഈ ഗ്രാഫിലേക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ ഗ്രാഫ് ഇതാണ്. H along X axis ആൻഡ് B along Y axis. ഇവിടെ Hൻ്റെ പോസിറ്റീവ് ആക്സിസും ഉണ്ട്, നെഗറ്റീവ് ആക്സിസും ഉണ്ട്. അതുപോലെ തന്നെ Bക്കും പോസിറ്റീവ് ആക്സിസും നെഗറ്റീവ് ആക്സിസും ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് Hൻ്റെ വാല്യൂ 0 ആകുമ്പോൾ Bയും 0 ആണ്. അതാണ് ഇവിടെ കണ്ടീഷൻ. നമ്മളിവിടെ O എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് ഗ്രാഫിൻ്റെ ഒറിജിൻ. അതായത് Hൻ്റെ വാല്യൂ 0 ആണ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 തന്നെയായിരിക്കും. അടുത്ത കേസിൽ നമ്മൾ H is gradually increased from 0. B also increases from 0 to a saturation value A. അതാണ് പറഞ്ഞിരിക്കുന്നത്. 0യിൽ നിന്ന് Hൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. Hൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് Bയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു മാക്സിമം സാച്ചുറേഷൻ വാല്യൂയിൽ എത്തുന്നു. ഒരു മാക്സിമം സാച്ചുറേഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സിമം വാല്യൂവിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തുമാത്രം Hൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താലും Bയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തില്ല. അതാണ് സാച്ചുറേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഒരു വാല്യൂവിലെത്തും. ആ പോയിന്റാണ് നമ്മൾ A എന്ന് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ എത്രമാത്രം Hൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താലും Bയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നില്ല. മാക്സിമം എത്തുന്ന വാല്യൂ ആണ് A എന്ന് പറയുന്നത്. അതായത് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡിന് Bക്ക് വരാവുന്ന വാല്യൂ ആണ് നമ്മളിവിടെ പറയുന്നത്. Hൻ്റെ മാക്സിമം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ Bക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആണ് നമ്മൾ ഈ പറഞ്ഞ A എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ Hൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത്
അനുസരിച്ച് ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ഒരു മാക്സിമം വാല്യൂവിലെത്തുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേഷൻ വാല്യൂ. ഈ പോയിന്റ് നമ്മൾ എ എന്ന ഗ്രാഫിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. As H increases more, magnetic dipoles get aligned in the direction of the field, so B increases. ഇതിൻ്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്. മാഗ്നറ്റൈസിങ് ഫീൽഡ് നമ്മൾ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഡൈപോളുകളെല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഈ എച്ചിൻ്റെ വാല്യൂ 0 ആയിരിക്കുന്ന സമയത്ത് എന്താണ്, മാഗ്നറ്റിക് ഡൈപോളുകളെല്ലാം റാൻഡം ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവിടെ മാഗ്നറ്റിക് ഫീൽഡൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എല്ലാ ഡൈപോളുകളും അലൈൻ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് എത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ബിക്ക് മാക്സിമം വാല്യൂ കിട്ടും. എല്ലാ മാഗ്നറ്റിക് ഡൈപോളും അലൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തുമാത്രം എച്ചിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താലും അവിടെ അലൈൻ ചെയ്യപ്പെടാൻ മാഗ്നറ്റിക് ഡൈപോളുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മൾ എച്ചിൻ്റെ വാല്യൂ കൂട്ടിയാലും ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാത്തത്. എല്ലാ മാഗ്നറ്റിക് ഡൈപോളും അലൈൻ ചെയ്ത് കഴിയുമ്പോൾ ബി എന്ന് പറയുന്ന മാക്സിമം വാല്യൂവിലെത്തും. പിന്നീട് അതിന് അലൈൻ ചെയ്യാൻ മാഗ്നറ്റിക് ഡൈപോളുകൾ ഇല്ലാത്തത് കൊണ്ട് ഈ വാല്യൂ പിന്നെ ഇൻക്രീസ് ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. As H increases, more magnetic dipoles are aligned in the direction of the field, so B increases. After all dipoles get aligned in the direction of the field, the curve becomes flat. എല്ലാം അലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കർവ് ഒരു ഫ്ലാറ്റ് ആയിട്ട് മാറുന്നു. ദിസ് ഈസ് ദ സാച്ചുറേഷൻ റീജിയൻ. ഇതാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് അറിയപ്പെടുന്നത്. ഫർദർ ഇൻക്രീസ് ഇൻ എച്ച് ഡസ് നോട്ട് ഇൻക്രീസ് ബി. പിന്നീട് എച്ചിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താലും ബിയിൽ വാല്യൂ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഇത് ഇൻക്രീസ് ചെയ്ത് സാച്ചുറേഷൻ വാല്യൂയിലെത്തി. അപ്പോൾ ഗ്രാഫ് ഫ്ലാറ്റ് ആയി തുടങ്ങി. പിന്നീട് ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എച്ചിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് നമ്മൾ മാക്സിമം സാച്ചുറേഷൻ പോയിന്റിൽ എത്തി. ആ പോയിന്റാണ് എ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എ എന്ന പോയിന്റിൽ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എച്ച് ഈസ് ഗ്രാജുവലി ഡിക്രീസ്ഡ്, ദർ ഈസ് നോ കറസ്പോണ്ടിങ് ഡിക്രീസ് ഇൻ ബി. അപ്പോൾ നമ്മൾ പറയുവാണ് എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഡിക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ മാക്സിമത്തിലെത്തി നിൽക്കുവാണ് എച്ചിൻ്റെ വാല്യൂ. അവിടെ നമ്മൾ എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഗ്രാഫ് ഇൻക്രീസ് ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെയല്ല ഗ്രാഫ് ഡിക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, എച്ച് ഈസ് ഗ്രാജുവലി ഡിക്രീസ്ഡ്, ദർ ഈസ് നോ കറസ്പോണ്ടിങ് ഡിക്രീസ് ഇൻ ബി. നമ്മൾ ആദ്യം ഇൻക്രീസ് ചെയ്ത പോയ ഗ്രാഫ് ആ പാത്തിലൂടെ അല്ല തിരിച്ചു വരുന്നത്. എച്ചിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ബിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത് ആദ്യം പോയ ഈ ലൈനിലൂടെ അല്ല തിരിച്ചു വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാ ഡൈപോളുകളും അലൈൻ ചെയ്തൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ എത്തുകയാണ്. പിന്നീട് നമ്മൾ എച്ചിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താലും എല്ലാ ഡൈപോളുകളും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നില്ല. ചിലതെല്ലാം ആ അറേഞ്ച്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബിയുടെ വാല്യൂ അവശേഷിക്കുന്നുണ്ട്. ബി അതിൻ്റെ അകത്ത് അവശേഷിക്കുന്നു. അതുകൊണ്ട് ഇറ്റ് ട്രേസസ് എ കർവ് എ ബി. നോക്കുക, എ ബി എന്ന് പറയുന്ന പുതിയൊരു പാത്തിലൂടെയാണ് ഇത് ട്രേസ് ചെയ്ത് പോകുന്നത്. ദിസ് ഷോസ് ദാറ്റ് മാഗ്നറ്റിക് ഡൊമൈൻസ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ബാക്ക് ടു ഇനിഷ്യൽ സ്റ്റേറ്റ്. അതിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഡൊമൈനുകൾ പഴയ അവസ്ഥയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പോകുന്നില്ല എന്നാണ്. അതായത് എല്ലാം അലൈൻ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ എച്ചിൻ്റെ വാല്യൂ കുറച്ചാലും അവ പഴയ അവസ്ഥയിലേക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ ആദ്യം ഇൻക്രീസ് ചെയ്ത അതേ പാത്തിലൂടെ ഡിക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫ് കടന്നു വരാത്തത്. അപ്പോൾ ഡിക്രീസ് ചെയ്ത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തി. ട്രേസസ് എ കർവ് എ ബി. ഇത് സ്മോൾ എ ബി ആണ്. എ ബി ഡിക്രീസ് എ ബി എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്. ഡ്യൂ ടു ദിസ് സം മാഗ്നറ്റൈസേഷൻ റിമെയിൻസ് ഇൻ ദ മെറ്റീരിയൽ. ഇതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ അകത്ത് ഈ മെറ്റീരിയൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന് അല്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്താൻ സാധിക്കുന്നു. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിന് കിട്ടി. ഇത് നമ്മൾ ഇത് കൊടുത്ത സമയത്ത് മാഗ്നറ്റൈസേഷൻ ഇൻക്രീസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത സമയത്ത് അതിനെ ഒരു മാഗ്നറ്റാക്കി നമ്മൾ മാറ്റി. എന്നാൽ പിന്നീട് നമ്മൾ ആ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഡിക്രീസ് ചെയ്യുമ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാതെ അതിന് കിട്ടിയ മാഗ്നറ്റിസം നിലനിർത്താനുള്ള ഒരു കഴിവുണ്ട്. ഡ്യൂ ടു ദിസ് സം മാഗ്നറ്റൈസേഷൻ റിമെയിൻസ് ഇൻ ദ മെറ്റീരിയൽ. കുറച്ച് മാഗ്നറ്റൈസേഷൻ അതിൻ്റെ ഉള്ളിൽ തന്നെ അവശേഷിക്കുന്നു. ഇങ്ങനെ
This lagging of magnetization behind the magnetic field is called magnetic hysteresis. ഇതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? The lagging of magnetization behind the magnetizing field is called magnetic hysteresis. അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും മെറ്റീരിയലിന് അത് ലഭിച്ചിരിക്കുന്ന മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വെൻ ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് സീറോ ഈസ് കോൾഡ് റീറ്റെൻറ്റിവിറ്റി ഓർ റെമിനൻസ് എന്ന് പറയും. അതായത് ഇവിടെ നോക്കുക, ഇവിടെ എത്തിക്കഴിയുമ്പോൾ എച്ചിൻ്റെ വാല്യൂ സീറോയാണ്, മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ വാല്യൂ സീറോയാണ്. പക്ഷേ ബിയുടെ വാല്യൂ ഒരിക്കലും സീറോ ആകുന്നില്ല. ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു എച്ചിൻ്റെ വാല്യൂ സീറോ ആയിരുന്നപ്പോൾ ബിയുടെ വാല്യൂം സീറോ ആയിരുന്നു നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുന്നതിന് മുമ്പ്. എന്നാൽ ഒരു മാഗ്നറ്റൈസേഷൻ കഴിഞ്ഞ് നമ്മൾ ഡിക്രീസ് ചെയ്ത സമയത്ത് എച്ചിൻ്റെ വാല്യൂ സീറോ ആയപ്പോഴും ബിയുടെ വാല്യൂ സീറോ ആയിട്ടില്ല. The value of magnetic field when the magnetizing field is zero is called retentivity or remanence. ഇപ്പോൾ നോക്കുക, ഈ ഫിഗറിൻ്റെ അകത്ത് ഒ ബി എന്ന് പറയുന്ന പൊസിഷൻ നോക്കുക. ഒ ബി എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും മെറ്റീരിയലിന് ലഭിച്ചിരിക്കുന്ന മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കഴിവ്, അത് നിലനിർത്താനുള്ള കഴിവ്, ഇതാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഓഫ് retain a magnetic field in the material even the magnetizing field is zero is called retentivity or remanence. ഇനി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇഫ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ്, മാഗ്നറ്റൈസിങ് ഫീൽഡ് റിവേഴ്സ് ചെയ്യുന്നു ആൻഡ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ബി ഡിക്രീസസ് ടു റീച്ച് ദ സീറോ. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് സംഭവിക്കുന്നതനുസരിച്ച് മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ വാല്യൂ റിവേഴ്സ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ബിയുടെ വാല്യൂ കുറയുന്നു. ബിയുടെ വാല്യൂ വീണ്ടും ഡിക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ സീറോ ആകും. അപ്പോൾ ബിയുടെ വാല്യൂ സീറോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുത്തോ അതിന് നമ്മൾ പറയുന്ന പേരാണ് കോഎർസിവിറ്റി ഓഫ് ദ സ്പെസിമെൻ എന്ന് പറയുന്നത്. ദ റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡ് റിക്വയർഡ് ടു ഡീമാഗ്നറ്റൈസ് ദ സ്പെസിമെൻ കംപ്ലീറ്റ്ലി ഈസ് കോൾഡ് കോഎർസിവിറ്റി ഓഫ് ദ സ്പെസിമെൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ നമ്മൾ പറഞ്ഞു മാഗ്നറ്റൈസിങ് ഫീൽഡ് സീറോ ആയ സമയത്തും അതിൻ്റെ അകത്ത് കുറച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. അതിനെ ഇല്ലാതാക്കണം. അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് മുഴുവൻ സീറോ ആക്കി മാറ്റണം. മാഗ്നറ്റിക് ഫീൽഡിനെ തിരികെ സീറോയിൽ എത്തിക്കാൻ വേണ്ടി പ്രയോഗിക്കേണ്ടി വരുന്ന റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനാണ് നമ്മൾ കോഎർസിവിറ്റി എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് പ്രയോഗിച്ചാൽ മാത്രമേ പിന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് സീറോയിൽ എത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഫിഗറിൻ്റെ അകത്ത് നോക്കുക, ഒ സി എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ കോഎർസിവിറ്റി എന്ന് പറയുന്നത്. ഇത്രയും മാഗ്നറ്റൈസിങ് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രയോഗിക്കുമ്പോഴാണ് ഈ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മുഴുവനായിട്ടും ഇല്ലാതായി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത ആ സ്പെസിമനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന റിവേഴ്സ് മാഗ്നറ്റൈസിങ് ഫീൽഡിനാണ് നമ്മൾ കോഎർസിവിറ്റി എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഒ സി എന്ന് പറയുന്നതാണ് കോഎർസിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ പറയുകയാണ്, if we increase the field again the value of V increases and reverse direction and reaches reverse saturation value D. ഇതിനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്ത് ആ ഒരു നെഗറ്റീവ് സാച്ചുറേഷൻ റീജിയനിൽ എത്തുന്നു. ആ വാല്യൂ നമ്മൾ പറയുന്ന പേരാണ് ഡി എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. എച്ചിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബിയുടെ വാല്യൂ ഒരു നെഗറ്റീവ് സാച്ചുറേഷൻ വാല്യൂവിലെത്തും. അതാണ് ഡി എന്ന് പറയുന്നത്. പിന്നീട് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അലൈൻ ചെയ്ത മാഗ്നറ്റിക് ഡൈപോളുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തു. പിന്നീട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നില്ല, ഒരു മിനിമം വാല്യൂവിലെത്തുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് വാല്യൂ ഒരു മാക്സിമത്തിലെത്തുന്നു. അതാണ് ഡി എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഡിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും റിവേഴ്സിങ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്, വീണ്ടും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഗ്രാഫ് ഡിയിൽ നിന്ന് ഇയിലെത്തുന്നു, അതിനുശേഷം എഫിലെത്തുന്നു, തിരിച്ച് എയിലേക്ക് തിരിച്ചെത്തുന്നു. റിവേഴ്സിങ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് അഗെയിൻ ദ ഗ്രാഫ് കംസ് ഫ്രം ഡി ടു എ ടു എ ന്യൂ പാത്ത്. പുതിയ ഒരു പാത്തിലൂടെ
അത് വീണ്ടും എവിടെ എത്തിച്ചേരുന്നു? എയിൽ എത്തിച്ചേരുന്നു. The curve ABCDEFA is called magnetic hysteresis curve. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗ്രാഫ് നോക്കുക. A B C D E F A ഈ കിട്ടിയിരിക്കുന്ന ഈ ഷേപ്പ്, ഇതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് കർവ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ദ ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബിഹൈൻഡ് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ്. നമ്മൾ പറഞ്ഞായിരുന്നു ഹിസ്റ്റീരിസിസ് എന്ന വാക്കിന്റെ അർത്ഥം ലാഗ് ബിഹൈൻഡ്, പിന്നിലാവുക. ഇവിടെ ആരാണ് പിന്നിലാകുന്നത്? ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബിഹൈൻഡ് ദ അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ലാഗ് ചെയ്യുന്നു, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ പിന്നിലായി ലാഗ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റൈസിങ് ഫീൽഡിനെ ലാഗ് ചെയ്യുന്നു. ഈസ് കോൾഡ്, ഇതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത്. അപ്പം മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: ദ ലാഗിങ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബിഹൈൻഡ് ദ അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ്. Magnetic hysteresis shows that the value of magnetic permeability and susceptibility is not fixed. ഒരു മെറ്റീരിയലിൻ്റെ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ഫിക്സഡ് വാല്യൂ അല്ല, അത് വേരി ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. The area enclosed by the hysteresis loop represents the energy dissipated per unit volume. അപ്പം എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് ലൂപ്പിൻ്റെ ഏരിയ, അതായത് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ABCDEFA എന്ന് പറയുന്ന ആ ഷേപ്പ്, അതാണ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓരോ സൈക്കിളിലും ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജി, നഷ്ടപ്പെടുന്ന എനർജിയുടെ അളവിനെയാണ് ഈ ഏരിയ, ഗ്രാഫിൻ്റെ ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത്. When the specimen undergoes a cycle of magnetization, ഒരു മാഗ്നറ്റൈസേഷൻ നടക്കുന്ന സമയത്ത്, ഒരു മാഗ്നറ്റൈസേഷൻ നടന്ന് അത് ഡീമാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം എനർജി നഷ്ടപ്പെടുന്നുണ്ടോ ആ എനർജിയുടെ അളവിനെയാണ് ഈ ഹിസ്റ്റീരിസിസ് ലൂപ്പിൻ്റെ ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഡ്യൂറിങ് ദ മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ സൈക്കിൾ. ഇത് മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്തും ഡീമാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്തും ഹീറ്റ് എനർജി ആയിട്ടാണ് ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിതാണ് ഈ മെറ്റീരിയലിനെ നമ്മൾ ഒരു കോയിലിൻ്റെ ഉള്ളിൽ കടത്തി വിട്ട് ആ ഉള്ളിലാക്കി വെച്ചിട്ട് ആ കോയിലിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിടും. അപ്പോഴാണ് ഇതിന് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കോയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോയിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് എനർജി ആയിട്ടാണ് ഈ എനർജി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ the energy is dissipated in the form of heat during the magnetization and demagnetization cycle. അപ്പോൾ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്ന ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഹിസ്റ്റീരിസിസ് ലൂപ്പ് വരയ്ക്കാൻ, അല്ലെങ്കിൽ ലൂപ്പ് വരച്ചിട്ട് അതിനകത്തെ കോഎർസിവിറ്റി, റീറ്റൻറ്റിവിറ്റി ഒക്കെ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ രണ്ട് ഗ്രാഫുകൾ തന്നിട്ട്, രണ്ട് മെറ്റീരിയൽസിൻ്റെ ഗ്രാഫുകൾ തന്നിട്ട് ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ അകത്തും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ്റെ അകത്തും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.